സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളിലൂടെ നഷ്ടമായത് 201 കോടി രൂപയാണ്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 23,753 പരാതികളാണ് പോലീസിന് ലഭിച്ചത്. 5,107 ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് ബ്ലോക്ക് ചെയ്തു. നഷ്ടപ്പെട്ട തുകയുടെ 20% തിരികെ പിടിക്കാൻ കഴിഞ്ഞതായും പോലീസ് പറയുന്നുണ്ട്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഈ കണക്കുകൾ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോഴും ആ തട്ടിപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഈ കണക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്? പോലീസ് പറയുന്നത് എന്താണ് ഷഫീദ്? രജിത, സംസ്ഥാനത്ത് ഞെട്ടലുണ്ടാക്കുന്ന വിധത്തിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ വർഷത്തെ പോലീസിന്റെ കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്ന കാര്യം. ഇപ്പോൾ ഇതിന് പൂർത്തീകരിച്ച കണക്ക് അത് പോലീസ് പുറത്തുവിടുന്നത് പോലും ഈ വിഷയത്തിന്റെ ഗൗരവം പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിലൂടെ 23,753 പേർക്ക് നഷ്ടമായത് 201 കോടി രൂപ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസ് പുറത്തുവിട്ട കണക്കുകൾ പറയുന്നത്. ട്രേഡിംഗ് തട്ടിപ്പുകളിലൂടെ മാത്രം കഴിഞ്ഞ വർഷം 3,394 പേർക്ക് 74 കോടി രൂപ നഷ്ടമായി. ഇത്തരം തട്ടിപ്പിനായി ഉപയോഗിച്ചിട്ടുള്ള 5,107 ബാങ്ക് അക്കൗണ്ടുകളും 3,289 മൊബൈൽ നമ്പറുകളും 229 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും കേരള പോലീസ് സൈബർ വിഭാഗം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ട തുകയുടെ 20% തിരികെ പിടിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നു. എറണാകുളം തൃക്കാക്കര സ്വദേശിയിൽ നിന്ന് മാത്രം 2,60,00,000 രൂപ ആണ് ഓൺലൈൻ ബാങ്കിംഗ് നടത്തിയിട്ടുള്ളത്. മാത്രവുമല്ല, മറ്റു ചില സ്ഥലത്ത് ഈ ആലപ്പുഴയിൽ ഒരു സ്വദേശിയിൽ നിന്ന് 50 ലക്ഷം രൂപയും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഓൺലൈൻ തട്ടിപ്പിലൂടെ നഷ്ടമായതായി പോലീസിന് പരാതി ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇത്തരം പണം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ സഹായത്തിന് 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ പൊതുജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും പോലീസിനെ അപ്പോൾ പരാതികൾ അറിയിക്കണമെന്നും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകുന്നുണ്ട്. ശ്രീജിത്ത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.